പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSൻ്റെ പഴയ ലിസ്റ്റിൽ ഇനി എത്ര ജില്ലകളിൽ എത്ര അഡ്വൈസുകൾ പോകാനുണ്ട്? ലിസ്റ്റ് തീർന്ന ജില്ലകൾ എത്ര എണ്ണമാണ്? ഇനി റൊട്ടേഷൻ ചാർട്ടിലെ എത്രാമത്തെ ടേണിലാണ് പഴയ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നത്? പുതിയ ലിസ്റ്റിൽ നിന്നും എത്രാമത്തെ ടേണാണ് തുടങ്ങുന്നത്? എത്ര DA MD പെൻഡിങ്ങുകളുണ്ട്? എത്ര പുതിയ വേക്കൻസികളുണ്ട്? എത്ര TPOകളുണ്ട് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പഴയ ലിസ്റ്റിൽ ഇനി 3 ജില്ലകൾക്ക് കൂടിയേ അഡ്വൈസ് പോകാനുള്ളൂ. അവ പത്തനംതിട്ട, വയനാട്, ഇടുക്കി. പത്തനംതിട്ടയിൽ പഴയ ലിസ്റ്റിൽ നിന്നും 35 വേക്കൻസിക്കുള്ള അഡ്വൈസ് അയക്കാനുണ്ട്. പുതിയ ലിസ്റ്റിലേക്ക് 7 വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വയനാട് പഴയ ലിസ്റ്റിൽ നിന്നും 8 വേക്കൻസിക്ക് അഡ്വൈസ് പോകാനുണ്ട്. പുതിയ ലിസ്റ്റിലേക്ക് 3 വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇടുക്കിയിലേക്ക് 11 വേക്കൻസിക്ക് പഴയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോകാനുണ്ട്. പുതിയ ലിസ്റ്റിലേക്ക് 9 വേക്കൻസി ആഡായിട്ടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം പഴയ ലിസ്റ്റിലെ OCയിൽ ഉദ്യോഗാർത്ഥികൾ കുറവാണ്. അപ്പോൾ 5 വേക്കൻസിക്കുള്ള ഉദ്യോഗാർത്ഥികളെ പഴയ ലിസ്റ്റിലുള്ളൂ. ബാക്കി 6 വേക്കൻസികൾ പുതിയ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി പഴയ ലിസ്റ്റ് തീർന്ന ജില്ലകൾ 11 എണ്ണമാണുള്ളത്. 11 എണ്ണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ തിരുവനന്തപുരം 45 OCയിലാണ് പഴയ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ ലിസ്റ്റിൽ നിന്നും തുടങ്ങുന്നത് 47 OCയിൽ നിന്നാണ് തുടങ്ങുന്നത്. 12 പുതിയ വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട്. TPO 4 എണ്ണം, അതിൽ 38 SIUCN, 40 OBC, 42 EBT, 44 ST, അങ്ങനെ 4 TPOകൾ പെൻഡിങ് ഉണ്ട്. പിന്നെ ടോട്ടൽ അഡ്വൈസ് തിരുവനന്തപുരത്ത് 1120 അഡ്വൈസുകളാണ് നടന്നിട്ടുള്ളത്. അതിൽ DA MD പെൻഡിങ് 12 എണ്ണം ഉണ്ട്. കൊല്ലത്ത് പഴയ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് 17 OCയിലാണ്. പുതിയ ലിസ്റ്റ് തുടങ്ങുന്നത് 21 OCയിൽ നിന്നുമാണ്. പുതിയ വേക്കൻസി 4 എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 അഡ്വൈസ് പോയിട്ടുണ്ട്. പഴയ ലിസ്റ്റിൽ നിന്നും 665 അഡ്വൈസുകളാണ് ആകെ പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 6 DA MD പെൻഡിങ്ങുകൾ ഉണ്ട്. 8 TPO പെൻഡിങ് ഉണ്ട്. അതിൽ 4 SC, 6 മുസ്ലിം, 4 LC/AI, 10 OBC, 12 SC, 14 EBT, 16 മുസ്ലിം, 18 ധീവര. ഇതിൽ ഓരോ നമ്പർ പറഞ്ഞത്, അതായത് 4 SC, 6 മുസ്ലിം എന്നൊക്കെ പറയുന്നത് ഓരോ ടേണുകളാണ് കേട്ടോ. അതല്ലാതെ 4 SCകളുണ്ടെന്നല്ല അതിനർത്ഥം. 4ാമത്തെ SC TPO പെൻഡിങ് ഉണ്ട്, 6ാമത്തെ മുസ്ലിം TPO പെൻഡിങ്, അങ്ങനെ ആണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലത്തെ അഡ്വൈസ് സ്റ്റാറ്റസ്, പുതിയ അഡ്വൈസ് സ്റ്റാറ്റസ് നോക്കിയാൽ ആദ്യത്തെ അഡ്വൈസ് പോയേക്കുന്നത് DAക്കാണ്. 2ാമത്തത് NJD ആണ്, അത് STക്ക്. 3ാമത്തതും NJD EBTക്കാണ്. 4ാമത്തത് NJD SIUC നാടാർക്കുമാണ്. ഇനി ആലപ്പുഴയിൽ പഴയ ലിസ്റ്റിൽ നിന്ന് അവസാനിച്ചിരിക്കുന്നത് 57 OCയിലാണ്. പുതിയ ലിസ്റ്റിൽ നിന്ന് 61 OCയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേക്കൻസി പുതിയതൊന്നും സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ആലപ്പുഴയിൽ TPO 9 പെൻഡിങ് ഉണ്ട്. അതിൽ 40 OBC, 42 EBT, 44 ST, 46 മുസ്ലിം, 48 SCCC, 50 OBC, 52 SC, 54 EBT, 56 മുസ്ലിം. പിന്നെ DA MD പെൻഡിങ് 5 എണ്ണം ഉണ്ട്. ടോട്ടൽ അഡ്വൈസ് 539. അടുത്തത് കോട്ടയം 29 OCയിലാണ് ലിസ്റ്റ് നിർത്തിയിരിക്കുന്നത്. തുടങ്ങുന്നത് 31 OCയിലാണ്. പുതിയ ലിസ്റ്റിലെ 8 വേക്കൻസികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ലിസ്റ്റിലെ OCയിൽ നിന്നും 14 വേക്കൻസികൾ പുതിയ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ആകെ 22 വേക്കൻസികളാണ് പുതിയ ലിസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
അതായത് പഴയ ലിസ്റ്റിൽ നിന്ന് ഒ സിയിൽ നിന്നുമാണ് 14 വേക്കൻസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ 14 പുതിയ ലിസ്റ്റിലേക്ക് വന്ന ഫ്രഷ് വേക്കൻസി 8 കൂട്ടിയാൽ 22 വേക്കൻസി. പഴയ ലിസ്റ്റിൽ നിന്നും ആകെ ടോട്ടൽ അഡ്വൈസ് 490 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. DA പെൻഡിങ് 5 എണ്ണം, TPO പെൻഡിങ് 10 എണ്ണം ഉണ്ട്. 10 OBC, 12 SC, 14 EBT, 16 മുസ്ലിം, 18 ധീവര, 20 വിശ്വകർമ്മ, 22 LCORAI, 24 SC, 26 മുസ്ലിം, 28 EBT. ഇനി എറണാകുളത്തിലെ 69 OCയിലാണ് പഴയത് എൻഡായിരിക്കുന്നത്. ഇനി 71ാമത്തെ OC തുടങ്ങിയാണ് പുതിയ ലിസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ വേക്കൻസികൾ 4 എണ്ണം സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. TPO 11 എണ്ണം ഉണ്ട്. 48 SCC, 50 OBC, 52 SC, 54 EBT, 56 മുസ്ലിം, 58 EBT, 60 HN, 62 SCCC, 64 SC, 66 മുസ്ലിം, 68 LCORAI, അങ്ങനെ 11 TPOകൾ. ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് 856 എണ്ണമാണ്. അതിൽ നിന്നും DA MD പെൻഡിങ് 8 എണ്ണം ഉണ്ട്. ഇനി തൃശ്ശൂർ എടുത്താൽ 25 OCയിലാണ് പഴയ ലിസ്റ്റ് എൻഡായിരിക്കുന്നത്. 27 OCയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. 9 പുതിയ വേക്കൻസികൾ പുതിയ ലിസ്റ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 9 TPOകൾ പെൻഡിങ്ങിലുണ്ട്. 8 LC, 10 OBC, 12 SC, 14 EBT, 16 മുസ്ലിം, 18 ധീവര, 20 വിശ്വകർമ്മ, 22 LCORAI, 24 SC. DA പെൻഡിങ്, DA MD പെൻഡിങ് 7 എണ്ണം ഉണ്ട്. ടോട്ടൽ അഡ്വൈസ് 722. പാലക്കാട് 41 OCയിലാണ് എൻഡായിരിക്കുന്നത്. പുതിയ ലിസ്റ്റിൽ നിന്ന് 43 OC സ്റ്റാർട്ട് ചെയ്യും. ഒരു പുതിയ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13 TPO പെൻഡിങ്ങിലുണ്ട്. 16 മുസ്ലിം, 18 ധീവര, 20 വിശ്വകർമ്മ, 22 LCORAI, 24 SC, 26 മുസ്ലിം, 28 EBT, 30 OBC, 32 SC, 34 EBT, 36 മുസ്ലിം, 38 SIUCN, 40 OBC. ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് 659. അപ്പോൾ DA പെൻഡിങ് 6 എണ്ണം. അടുത്തത് കോഴിക്കോട് 99 OCയിലാണ് പഴയ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നത്. പുതിയത് തുടങ്ങുന്നത് 1 വെച്ചാണ്. 1 OCയിലായിരിക്കും. 13 TPO ഉണ്ട്. 74 EBT, 76 മുസ്ലിം, 78 EBT, 80 SIUCN, 82 EBT, 84 SC, 86 മുസ്ലിം, 88 ധീവര, 90 OBC, 99 OC, 1 OC. ഇനി DA പെൻഡിങ് 8 എണ്ണം ഉണ്ട്. ലാസ്റ്റ് അഡ്വൈസ് ടോട്ടൽ 746 പോയിട്ടുണ്ട്. മലപ്പുറം 75 OCയിലാണ് ലിസ്റ്റ് ക്യാൻസലായിരിക്കുന്നത്. പുതിയ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 77 OCയിലാണ്. 5 വേക്കൻസി പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 9 TPOകളുണ്ട്. 58 EBT, 60 HN, 62 SCCC, 64 SC, 66 മുസ്ലിം, 68 LCORAI, 70 OBC, 72 SC, 74 EBT. അങ്ങനെ 7 TPOകൾ പെൻഡിങ്ങിലുണ്ട്. DA പെൻഡിങ്, DA MD പെൻഡിങ് 7 എണ്ണം. അടുത്തത് കണ്ണൂർ. പഴയ ലിസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് 33 OCയിൽ നിന്നുമാണ്. പുതിയ ലിസ്റ്റ് തുടങ്ങുന്നത് 35 OCയിലായിരിക്കും. ഒരു വേക്കൻസി പുതിയ ലിസ്റ്റിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 6 TPOകളുണ്ട്. 14 EBT, 16 മുസ്ലിം, 18 ധീവര, 20 വിശ്വകർമ്മ, 22 LCORAI, 24 SC. DA പെൻഡിങ് 6 എണ്ണം ഉണ്ട്. ടോട്ടൽ അഡ്വൈസ് 641. ഇനി കാസർഗോഡിൽ 63 OCയിലാണ് എൻഡായിരിക്കുന്നത്. 65 OCയിൽ സ്റ്റാർട്ട് ചെയ്യും. പുതിയ വേക്കൻസി ഒരെണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. TPO പെൻഡിങ് 5 എണ്ണം ഉണ്ട്. 56 മുസ്ലിം, 58 EBT, 60 HN, 62 SCCC, 64 SC, അങ്ങനെ. ടോട്ടൽ അഡ്വൈസ് 344 എണ്ണം. DA MD പെൻഡിങ് 3 എണ്ണം. അപ്പോൾ ഇത്രയുമാണ് പഴയ ലിസ്റ്റിൻ്റെയും പുതിയ ലിസ്റ്റിലെയും കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്.
പുതിയ അപ്ഡേഷനുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.